ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ആൻഡ് യെസ്, നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ എന്താണ് ആംബുലൻസ് ഓക്കെ തൃശ്ശൂരിൽ എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാവരും ഉണ്ട്. ചേട്ടനുണ്ട്, ലിമോ ഉണ്ട്, ബാലുചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ വെസ്റ്റ് സൈഡ് ഇത്ര വലിയ ഷോറൂം ഉണ്ടായിരുന്നോ? നൈസ്. ഇപ്പോൾ റൈറ്റ് നൗ നമ്മൾ തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ടിന് അടുത്താണുള്ളത്. നമ്മൾ PC തോമസിനൊക്കെ അടുത്തായിട്ട് വരും. അപ്പോൾ ഇങ്ങോട്ട് എന്തിനാണ് ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുൻപേ, എടാ കൊച്ചേടാ, നീ എത്രയിലായിരുന്നപ്പോഴാണ് ഇവിടെ? അതെ, +2 കഴിഞ്ഞിട്ടല്ലേ? 2013. ഓക്കെ, ശരിയാ. 10 കൊല്ലം മുന്നേ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനിവിടെ പഠിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആക്ച്വലി ഒരു ബർഗർ ഷോപ്പിൽ ഇവൻ എന്നെ കൊണ്ടുപോയി. അന്ന് കൊണ്ടുപോയിട്ട് ബർഗർ കഴിക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നുകിൽ അതെൻ്റെ ലൈഫിൽ ആദ്യത്തെ ബർഗറാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത് ഞാൻ ഇതിനു മുമ്പേ ബർഗർ കഴിച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കര ബർഗർ ഫീലൊന്നും കിട്ടിയിട്ടുള്ള സംഭവമായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് കഴിച്ച ആ സാധനം അത് ഞാൻ ജീവിതത്തിൽ പിന്നെ ഞാൻ മറന്നിട്ടില്ല. അത്രയ്ക്കത് കിട്ടില്ല ടേസ്റ്റുള്ള ഒരു ബർഗറായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പ്, അതായത് ആ ബർഗർ റെസ്റ്റോറൻറ്റ് തപ്പിതാ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ബർഗർ അധികം വന്നു. ഈ സ്ഥലങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും നോക്കി നോക്കാം. അവരൊക്കെ ദേ വന്നുകൊണ്ടിരിക്കും. ഇതാണോ ഓർമ്മകൾ PC തോമസ് ദേ ഈ സൈഡ് വരുന്നുണ്ട്. ഇതിന് മുന്നേക്ക് ഇവിടെ കൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും എന്താ പറയുക, ഇപ്പോൾ നടന്നു പോകുന്നത് കുറേ കാലത്തിന് ശേഷമാണ്. അതായത് എക്സാക്ട്ലി 10 വർഷത്തിന് ശേഷമാണ് ഇതുവഴി ഇങ്ങനെ നടന്നു പോകുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ? ഓർമ്മകൾ രാത്രി മതിലയാടിയുള്ള ഓട്ടവും അതൊക്കെ ഓർമ്മകൾ. ഇവിടെ ആക്ച്വലി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഇവിടെ പ്രൊഫസർ PC തോമസ്, ഇതാണ് PC തോമസ്. 10 വർഷങ്ങൾക്ക് മുൻപേ ഞാനിവിടെ എന്നും രാവിലെ എണീറ്റ് ക്ലാസ്സിന് വരുമായിരുന്നു. 100% അറ്റൻഡൻസ് ഇല്ലെങ്കിൽ 8ന്റെ പണി. അതൊക്കെ ഒരു കാലം അല്ലേ? യെസ്. ഇവിടെ റെസ്റ്റോറൻറ്റ്സ്, കടകളൊക്കെ വന്ന് ആകെ മൊത്തം അങ്ങ് മാറി കേട്ടോ സ്ഥലം. ഇതാണ് സെലക്സ് മോൾ. ഈ സെലക്സ് മോള് ഓപ്പൺ ആയിട്ട് എത്ര വർഷമായി? പറ 10 വർഷം. യെസ്, അത് കറക്റ്റ് അറിയാമല്ലേ? വേറെ ഒന്നുമല്ല, അന്ന് ഇവർ പഠിക്കുന്ന ഇവിടെ നസ്രിയ ആയിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. ഇവരിവിടെ പഠിക്കുന്ന ടൈമിലായിരുന്നു. അന്ന് ഇവിടെ മോളെന്ന് പറയുന്ന ട്രെൻഡ് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതായിരുന്നില്ലല്ലോ, വരുന്ന ടൈമായിരുന്നു. ഇവിടെ ഇപ്പോൾ KFC ഒക്കെ സെറ്റായി, നൈസ് ലുക്ക്. ഇതാണ് തൃശ്ശൂർ റൗണ്ട്. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, പെട്ടെന്ന് പറയാൻ പറ്റുമോ? വണ്ടി ഉണ്ടല്ലേ? ഓക്കെ, ഞങ്ങളൊന്ന് പോയിക്കോട്ടെ. അല്ല, ഇവിടെ ഒരു കാര്യം മാറിയിട്ടില്ല, അത് പറയാൻ പറ്റുമോ? പെട്ടെന്ന് പറ. ഏത്? ഈ ബിൽഡിങ്ങോ? അല്ല, ഞാൻ പറഞ്ഞുതരാം. അന്ന് ഇവിടെ ട്രാഫിക് സിഗ്നൽ ഇല്ല, ഇന്നും ട്രാഫിക് സിഗ്നൽ ഇല്ല. കിഴക്കേക്കോട്ടെ, അത് തന്നെയാണ്. അന്ന് ഇവിടെ ട്രാഫിക് സിഗ്നൽ ഇല്ലായിരുന്നു, ഇന്ന് ഇവിടെ ട്രാഫിക് സിഗ്നൽ ഇല്ല. വണ്ടികൾ പോകുന്നുണ്ടോ? അവർക്ക് ഇഷ്ടമുള്ള പോലെ പോകും. അവരുടെ ഒരു ഒത്തിരിമ ഉണ്ടോ? ചുമ്മാണ് കേട്ടോ, നൈസായിട്ട് പോകും. ഇവിടെ ട്രാഫിക് സിഗ്നൽ ഇല്ല. ഇവിടെ കുറച്ച് കഴിയുമ്പോഴേ അതിന്റെ ഇരട്ടി ട്രാഫിക്കാണ്. നമ്മളെന്താ 10 വർഷത്തിന് ശേഷം അത് ഫുഡിന്റെ ടേസ്റ്റ് അന്വേഷിച്ച് എത്തിയിരിക്കുന്നു. ഈസ്റ്റ് ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ്. യെസ്, കടയുടെ പേര് ബർഗർ ഹബ്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളിതേ ഷോപ്പ് കണ്ടുപിടിച്ചു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ നടന്നിട്ട് നമ്മൾ 2nd ഫ്ലോർ ഒരു ചെറിയ സ്റ്റെപ്പ് വഴി കയറി അങ്ങനെയൊക്കെ ആയിരുന്നു പോയ. ഓർമ്മയുണ്ടോ? എനിക്കും അത് ഓർമ്മയുണ്ടായിരുന്നു. 1st ഫ്ലോർ അതല്ല, ഒരു ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട്, അകത്തോട്ട് കയറി അങ്ങനെയായിരുന്നു. ദൈവമേ, ഇപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് ഒന്നും അറിയില്ല, നോക്കി നോക്കാം. യെസ്, ആൻഡ് ഫൈനലി ഞങ്ങൾ എത്തിയിരിക്കുന്നു ബർഗർ ഹബ്. ഇവിടെ ഇപ്പോൾ സംഭവങ്ങളൊക്കെ മാറി കേട്ടോ. അന്ന് ഇത്ര വലിയ ഇതില്ലായിരുന്നു, ഭയങ്കര ഡിം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ അന്നത്തെ പോലെ തന്നെ മേളിലിരിക്കാനായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. പക്ഷേ ഈ താഴെയുള്ള സ്പേസ് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അത് ഇവിടെ ഇപ്പോൾ ഒരു ടേബിളൊക്കെ കാര്യങ്ങൾ നമുക്ക് വന്നു. ഇതാണ് മെയിൻ കൗണ്ടർ അവരുടെ. നെക്സ്റ്റ് അന്നിവിടെ താഴെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നോ? അതാണ്, മേളിലുണ്ടായിരുന്നു. ഇവിടെ താഴെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? ഓക്കെ. യെസ്, ആൻഡ് ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട്. എവിടെയാണ്? എന്തായാലും നോക്കി നോക്കാം നമുക്ക്.
ഇവിടെ നമ്മളെ ഇല്ലാന്ന് തോന്നുന്നു. ചുമ്മാ നമ്മളൊന്ന് ഓർമ്മ പുതുക്കാനായിട്ട് വന്നതാ. അതെ, ഇവൻ 10 വർഷം മുമ്പ് ഇവിടെ പഠിച്ചിട്ട് അപ്പോഴുണ്ട അവന്റെ ഒരു വൈബ്. അവര് പോയി വേറെ ആളായിപ്പോ. ശരിയാണ്. എല്ലാം ഇത്ര ഹൈപ്പ് എല്ലാം കൊടുത്തതെല്ലാം വേസ്റ്റ് ആക്കി ഇത് കൊണ്ടുപോടുന്നു ഇങ്ങോട്ട്. ഇത് പണ്ട് മറ്റേ ഭുജികള് ക്ലാസ്സിലിരുന്നിട്ട് പറയുന്ന കണക്കുണ്ട്. യെസ്, നമുക്ക് എന്തായാലും ഓർഡർ ചെയ്യാം. ഓ, സാധനം എത്തിയില്ല. അതൊരു വ്ളോഗ് എത്തി. നേരെ സ്റ്റാൻഡേർഡ്. മാറി എന്തായാലും എടുക്കരുത്. ഇത് ഐറ്റംസ് എത്തിയിട്ടുണ്ട്. നമ്മളൊരു 6 പീസ് വിങ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എടുക്കാൻ അറിയാം കേട്ടോ. ഇത് കൈയുണ്ട്. പീസ് എടുത്തോ, കഴിച്ചോ? എങ്ങനെ ഉണ്ടോ? ആ പറഞ്ഞു കഴിച്ചോ അറിയാത്തുള്ളൊരു താഴെ പാവപ്പെട്ട കുട്ടിക്ക് വിങ്സ് കഴിക്കാൻ അറിയില്ല, അറിയാമെന്ന് പറഞ്ഞ് സഹായിക്കും. കട്ടൊന്നും ചെയ്യില്ല. സീരിയസ്ലി ഞാൻ ഫുള്ള് പോസ്റ്റ് ചെയ്യും. ഇത് വിങ്സ് എടുക്ക്, കഴിക്കും. എങ്ങനെയുണ്ട്? അയ്യോ, കഴിച്ച് തുടങ്ങിയില്ല. അതിനു മുന്നേ എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാവോ? സത്യമായിട്ട് പറയണം. ഓക്കെ, നമ്മുടെ 2 ഓക്കെ. ഇത് നമ്മുടെ ചിക്കൻ സിംഗർ ബർഗറാണ്. ഇത് റെഗുലർ ചീസ് ബർഗറാണ്. ഇതൊരു റോയൽ ക്രഞ്ചി റാപ്പ് അല്ലേ? ഒരു റാപ്പാണ്. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. ഹെച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. വിങ്സ് അധികം ഇഷ്ടപ്പെട്ടില്ല. ആണോ? പുറത്തുള്ള ഇത് കൂടിപ്പോയതുപോലെ, പുറത്തുള്ള ഈ എന്താ പറയുക ലെയർ, മാവിന്റെ ലെയർ അല്ലേ, അത് കൂടിപ്പോയതുപോലെ. ഫസ്റ്റ് ബൈറ്റ് ആഫ്റ്റർ 10 years. ഇഷ്ടപ്പെട്ടോ? നൈസാ, കൊള്ളാം. ഏകദേശം അന്നത്തെ ടേസ്റ്റ് പൂർണ്ണമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്താണേലും അതിനോട് അടുത്തൊക്കെ നിൽക്കുന്നു. കൊള്ളാം. നീ ആദ്യമായിട്ടല്ലേ കഴിച്ചോ? കൊള്ളാമോ? അങ്ങനെ ടേസ്റ്റ് ഉണ്ട്. സോഫ്റ്റ് ആണ്. ഓവർ ഫ്ലേവേർഡ് ഒന്നുമല്ല, നോർമൽ ടേസ്റ്റ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായിട്ട് കഴിച്ച ബർഗർ, അതായത് ഒരു എന്താ പറയുക റിയൽ ബർഗർ ഫീൽ കിട്ടിയിട്ടുള്ളത് ഇവിടെ നിന്ന് കഴിച്ചപ്പോഴാണ്. 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ സാധനം ട്രൈ ചെയ്യാണ്. കൊള്ളാം. അന്നത്തെ ടേസ്റ്റ് ഒന്നും എനിക്കും അങ്ങനെ ഓർമ്മയൊന്നുമില്ല. പക്ഷെ അന്ന് കയ്യിൽ കൂടെ ചീസൊക്കെ വന്നിട്ട് നമുക്ക് ബർഗർ കഴിക്കാണ്ട് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ചീസൊക്കെ ഫുള്ള് കയ്യിൽ വന്നിട്ട് ഞാൻ വിഷയമായിരുന്നു. എന്നാൽ അത്രയ്ക്ക് ചീസില്ല. അറിയില്ല, അതാണ് ചിലപ്പോൾ മേ ബി വേറെ ബർഗർ ആയിരിക്കും അന്ന് ഓർഡർ ചെയ്തത്. അപ്പോൾ യെസ്, ബൈ ബർഗർ ഹബ്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആശാരം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരൊക്കെ അങ്ങോട്ട് നടന്നു. നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്.